ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ 38ാമത്തെ ദിവസമാണ് അല്ലേ ഇന്ന്. 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് നോക്കുന്നത് ബയോളജിയാണ്. വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ എന്നുള്ള ഭാഗമാണ്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മളുടെ ബയോളജി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. റാങ്ക് ഫയൽ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 ദിവസം കൊണ്ട് സൈക്കോളജി കൂടി കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷും മലയാളത്തിലും കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ചിലപ്പോൾ ഒരു 40-42 ദിവസം കൊണ്ട് നമ്മളുടെ ഈ ഒരു പ്ലാൻ അവസാനിക്കും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. താങ്ക് യു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. നോക്കാം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം എന്ന് പറയുന്നത്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ എന്തു പറയുന്നു? പോഷണം എന്ന് പറയുന്നു. പോഷണത്തെക്കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി. പോഷണത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ട്രോഫോളജിയാണ്. എല്ലാ ജീവജാലങ്ങളിലെയും കോശങ്ങളിലെയും ടിഷ്യൂകളിലെയും വിവിധ അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ രാസപദാർത്ഥങ്ങൾ പോഷകങ്ങളാണ്. ഭക്ഷണത്തിൽ കൂടുതൽ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ. സ്ഥൂല പോഷകങ്ങളിൽ വരുന്നത് ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവയാണ്. എന്നാൽ കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ. ജീവകങ്ങളും ധാതുക്കളുമാണ് സൂക്ഷ്മ പോഷകങ്ങളിൽ വരുന്നത്. പോഷകാഹാരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് ICMR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ, NIN ആണ്. 2018 സെപ്റ്റംബർ മുതൽ കേന്ദ്ര സർക്കാർ നാഷണൽ ന്യൂട്രീഷൻ മന്ത് ആയി ആചരിക്കുന്നു. അപ്പോൾ 2018 മുതൽ സെപ്റ്റംബർ മുതലാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ന്യൂട്രീഷൻ മന്ത് ആയിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ഒരു നാഷണൽ ന്യൂട്രീഷൻ വീക്ക് 2022 തീം ചോദിച്ചാൽ സെലിബ്രേറ്റ് എ വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ് എന്നാണ്. സെലിബ്രേറ്റ് എ വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും. ധാന്യകം ഊർജോൽപാദനം. ധാന്യകം ഊർജോൽപാദനത്തിനാണ്. മാംസ്യമാണെങ്കിൽ ശരീരകലകളുടെ നിർമ്മാണമാണ് മാംസ്യത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. കൊഴുപ്പ് ഊർജോൽപാദനമാണ്. ധാതുക്കൾ ജീവൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണമാണ്. വിറ്റാമിനുകൾ ജീവൽ പ്രവർത്തനങ്ങൾക്ക് സഹായവും നിയന്ത്രണവും നൽകുന്നു. ജലം ജീവൽ പ്രവർത്തനങ്ങൾ സുഗമമാക്കൽ. ധാന്യകം ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. ഊർജം നൽകുന്നത് ധാന്യകമാണ്. ധാന്യകത്തിലെ പ്രധാന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് ധാന്യകത്തിലെ പ്രധാന മൂലകങ്ങളായിട്ടുള്ളത്. ധാന്യകത്തിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം 2:1 ആണ്. ധാന്യകത്തിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതമായിട്ട് വരുന്നത്. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, സെല്ലുലോസ്, ഗ്ലൂക്കോസ് എന്നിവ. പ്രായപൂർത്തിയായ ഒരാളിന് ഒരു ദിവസം ആവശ്യമായ ധാന്യകം 500 ഗ്രാമാണ്. പ്രായപൂർത്തിയായ ഒരാളിന് ഒരു ദിവസം ആവശ്യമായ ധാന്യകം എത്രയാണ്? 500 ഗ്രാമാണ്. കായിക താരങ്ങൾ പെട്ടെന്ന് ഊർജം ലഭിക്കുവാനായി ധാന്യകം നൽകുന്നു. അന്നജത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്ലൂക്കോസ്. ആഹാരത്തിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം കടുന്നീലയാണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. ബെനഡിക്റ്റ് ടെസ്റ്റിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ലഭിക്കുന്ന നിറം ബ്രിക്ക് റെഡാണ്. ബെനഡിക്റ്റ് ടെസ്റ്റിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ലഭിക്കുന്ന നിറം. ഇനി മസ്തിഷ്കത്തിന് ഊർജം നൽകുന്നത് ഗ്ലൂക്കോസ് ആണ്. ദഹിക്കാത്ത ധാന്യകമാണ് സെല്ലുലോസ്. ദഹിക്കാത്ത ധാന്യകം ഏതാണ്? സെല്ലുലോസ് ആണ്. ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് ഗ്ലൈക്കോജൻ ആണ്. സാധാരണയായി ജന്തുക്കളിൽ ധാന്യകം സംഭരിക്കുന്നത് ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ്. സസ്യങ്ങളിൽ ധാന്യകം സംഭരിക്കപ്പെടുന്നത് അന്നജത്തിൻ്റെ രൂപത്തിലാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകം അടങ്ങിയിരിക്കുന്ന രൂപം അന്നജമാണ്. മാംസ്യം ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ്. മാംസ്യം ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നു. പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ജേക്കബ് ബെർസേലിയസ് ആണ്.
ജോൺ ജേക്കബ് ബെർസിലിയസ് ആണ് പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡ്. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡ്. അമിനോ ആസിഡുകൾ ആദ്യമായി പരീക്ഷണശാലയിൽ നിർമ്മിച്ചത് ഹരോൾഡ് യുറേയും സ്റ്റാൻലി മില്ലറുമാണ് അമിനോ ആസിഡുകൾ ആദ്യമായി പരീക്ഷണശാലയിൽ നിർമ്മിച്ചത്. പെപ്റ്റൈഡ് ബോണ്ട് പ്രോട്ടീനുകളിലെ അമിനോ ആസിഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. പ്രോട്ടീനിലെ ഘടക മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ. മാംസ്യത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. മാംസ്യത്തിൻ്റെ പ്രധാന ഉറവിടങ്ങൾ മാംസം, മത്സ്യം, മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ. മുട്ട റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ ആഹാരം പദാർത്ഥമാണ് സോയാബീൻ. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ഉലുവ. മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗം പയറുവിഭാഗമാണ്. നൈട്രിക് ആസിഡ് സസ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാന്ദ്രോപ്രോട്ടിയിക് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ലായനിയെ നേർത്ത നൈട്രിക് ആസിഡ് ചേർത്ത് ചൂടാക്കുമ്പോൾ മഞ്ഞ നിറം ലഭിക്കുന്നു. മാംസ്യത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് മരാസ്മസും കോശിയോക്കറും. മരാസ്മസിൻ്റെ ലക്ഷണങ്ങൾ: ശോഷിച്ച ശരീരം, ഉന്തിയ വാരിയെല്ലുകൾ, വരണ്ട ചർമ്മം, കുഴിഞ്ഞുതാണ കണ്ണുകൾ. മരാസ്മസ് വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നു. കോശിയോക്കറിൻ്റെ ലക്ഷണങ്ങൾ: ശരീരവളർച്ച, മാനസികമായും മുരടിക്കുന്നു, നീര് വന്ന് വീർത്ത കാലുകൾ, ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ. 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് പ്രതിദിനം കഴിക്കാവുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട മാംസ്യത്തിൻ്റെ അളവ് 60 ഗ്രാമാണ്. 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന രീതിയിലാണ്. പേശിയിൽ കാണപ്പെടുന്ന മാംസ്യം മയോസിനാണ്. പേശിയിൽ കാണപ്പെടുന്ന മാംസ്യം എന്ന് പറയുന്നത് മയോസിനാണ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡനിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കൊളാജനാണ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമായ ടെൻഡനിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കൊളാജനാണ്. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിനാണ്. ആൽഫ കെരാറ്റിൻ. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഓവാൽബുമിനാണ്. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിനാണ്. പാലിൻ്റെ വെണ്മ നൽകുന്നത് കേസിനാണ്. അടുത്തത് കൊഴുപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഊർജ്ജം കൂടുതൽ അടങ്ങിയ പോഷക ഘടകമാണ് കൊഴുപ്പ്. വൈറ്റമിൻ എ, ഡി, ഇ, കെ അഡക് എന്ന് പഠിച്ചു വെച്ചാൽ മതി എന്നിവയുടെ ആഗിരണത്തിന് കൊഴുപ്പ് സഹായിക്കുന്നു. ഈ ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോളാണ്. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ്. ഊർജ്ജോൽപാദനമാണ് കൊഴുപ്പിൻ്റെ പ്രധാന ധർമ്മം. ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് കൊഴുപ്പിലെ ചെറുഘടകങ്ങൾ. പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ലിപ്പേഴ്സാണ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത്. കൊഴുപ്പിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കൊഴുപ്പിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് 200 mg 100 ml താഴെയാണ്. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന വാഹക പ്രോട്ടീനാണ് ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന വാഹക പ്രോട്ടീനാണ്. 2 തരത്തിലുള്ള ലിപ്പോപ്രോട്ടീനുകളുണ്ട്, LDLും HDLും. 2 തരത്തിലുള്ള ലിപ്പോപ്രോട്ടീനുകൾ. ശരീരത്തിന് ഉപകാരപ്രദമായ കൊളസ്ട്രോൾ HDL ആണ്. എന്ന് പറയുന്നത് HDL ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനാണ്. ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോൾ ആണ് LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ശരീരകലകളിൽ ഉപയോഗപ്പെടുത്താത്ത കൊളസ്ട്രോൾ കരളിലേക്ക് തിരികെ കൊണ്ടുപോയി കൊളസ്ട്രോളിനെ വിഘടിപ്പിച്ച് പുറന്തള്ളുന്നത് HDL ആയതിനാൽ ഇത് നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നു. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റാണ്. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്. അഡിപ്പോസ് കോശങ്ങളിൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നു. പിത്തരസം കൊഴുപ്പിൻ്റെ
കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. പിത്തരസം കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. ലിംഫ് കൊഴുപ്പിനെ ആഗിരണം ചെയ്യുന്നു. ശരീരത്തിന് ഊർജ്ജം ലഭ്യമാകാതെ വരുന്ന സമയങ്ങളിൽ സംഭൃത കൊഴുപ്പ് ഓക്സീകരിക്കപ്പെട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 1 ഗ്രാം ധാന്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജം 4 കലോറിയാണ്. 1 ഗ്രാം ധാന്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജം 4 കലോറിയാണ്. 4 കലോറിയാണ് 1 ഗ്രാം ധാന്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജം 4 കലോറിയാണ്. 1 ഗ്രാം മാംസ്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജം 4 കലോറിയാണ്. 1 ഗ്രാം കൊഴുപ്പിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജം 9 കലോറിയാണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജം കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. ജാതിക്കയിൽ നിന്നും വേർതിരിക്കുന്ന സുഗന്ധ വസ്തുവാണ് ഓളിയോറൈസിൻ. ജീവകം എന്ന പദം ആദ്യമായി നാമകരണം ചെയ്തത് കാസിമർ ഫങ്കാണ് ജീവകം എന്ന പദം നാമകരണം ചെയ്തത്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് കാസിമർ ഫങ്കാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ജീവകമാണ്. 13 ആകെ 13 ജീവകങ്ങളുള്ളതിൽ 8 എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. ജീവകങ്ങളെ 2ആയി തിരിച്ചിരിക്കുന്നു: കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ. വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം, ഹൈപ്പർ വൈറ്റമിനോസിസ്. കൊഴുപ്പിൻ്റെ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK, അടക്കെന്ന് പഠിച്ചു വെക്കുക. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് BC. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. ADEK ആണ്. ജീവകം എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമാണ് ജീവകം എ. ഇലക്കറികളിൽ നിന്നും ധാരാളം ലഭിക്കുന്ന ജീവകം എ ആണ്. പാലിൽ സുലഭമായിട്ടുള്ള ജീവകം എ ആണ്. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റാ കരോട്ടിൻ. കരോട്ടിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമായ ജീവകം എ ആണ്. പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം എ ആണ്. പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ എ ആണ്. ജീവകം ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ്. ജീവകം ഡി കാൽസിഫെറോളാണ്. ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഡി ആണ്. പച്ചക്കറിയിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഡി ആണ്. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ്. ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ 2 രൂപങ്ങളാണ്. ജീവകം D2 എർഗോസ്റ്റിറോളും ജീവകം D3 കോൾ കാൽസിഫെറോളും. ജീവകം D2 എർഗോസ്റ്റിറോള്, ജീവകം D3 കോൾ കാൽസിഫെറോള്. ജീവകം ഇ ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഇ ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ജീവകം ഇ ആണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഹോർമോണായിട്ട് കണക്കാക്കുന്ന ജീവകം ഇ ആണ്. ജീവകം ഇ ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. ജീവകം ഇ ആണ്. ഒരു നിരോക്സീകാരി കൂടിയായ ജീവകമാണ് ജീവകം ഇ. ജീവകം ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഇ ആണ്. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണ്. നവജാത ശിശുക്കളിൽ നേരിയ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വിറ്റാമിൻ ജീവകം ഇ ആണ്. നവജാതക ശിശുക്കളിൽ നേരിയ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകുന്നതിന് കാരണമായ വിറ്റാമിൻ ഇ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ജീവകം ഇയുടെ രാസനാമം എന്താണെന്നാണ്. ഈ ജീവകം ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ ആണ്. ജീവകങ്ങളും രാസനാമങ്ങളും പഠിക്കാം. ജീവകം എ റെറ്റിനോൾ ആണ്. ജീവകം എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. ജീവകം എ. ജീവകം B1 ആണ് തയാമിൻ. ജീവകം B1 തയാമിൻ. ജീവകം B2 റൈബോഫ്ലാവിൻ ആണ്. ജീവകം B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ ആണ്. ജീവകം B3 ആണെങ്കിൽ നിയാസിനാണ്. നിയാസിന് 3 വയസ്സാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ജീവകം B3 ആണെങ്കിൽ നിയാസിനാണ്. നിയാസിന് 3 വയസ്സാണ് അല്ലെ. ജീവകം B3 ആണ് നിയാസിൻ. ഇനി നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നതും നിയാസിൻ തന്നെയാണ്. ജീവകം B5 ആണെങ്കിൽ പാൻറ്റോതെനിക് ആസിഡ് ആണ് അല്ലെ.
പഞ്ചെന്നൊക്കെ പറയുമ്പോൾ 5 അല്ലേ, അപ്പോൾ പാൻറ്റോതെനിക് ആസിഡാണ് B5. B6 ആണെങ്കിൽ പീരിഡോക്സിൻ ആണ്. പീരിഡോക്സിനുള്ള 6 ഉണ്ട് അല്ലേ, പീരീഡ് എന്ന് പറയുമ്പം 6 ആണ്, അപ്പോൾ അവിടെ പീരിഡോക്സിൻ ആണെന്ന് ഓർത്ത് വെക്കുക. B7 ആണെന്നുണ്ടെങ്കിൽ ബയോട്ടിൻ ആണ്. ബയോട്ടിന് ജീവകം H എന്ന് പറയുന്നതും ബയോട്ടിനാണ്. ജീവകം B7 എന്ന് പറയുന്നതും ബയോട്ടിനാണ് ജീവകം B7 ബയോട്ടിനാണ്. ജീവകം B9 ആണെങ്കിൽ ഫോളിക് ആസിഡാണ്. ജീവകം B9 ഫോളിക് ആസിഡാണ്. ജീവകം B9 ഫോളിക് ആസിഡ്. ജീവകം 12 ആണെങ്കിൽ സയനോകൊബാലമിൻ ആണ്. ജീവകം B12 സയനോകൊബാലമിൻ. ജീവകം C അസ്കോർബിക് ആസിഡ്. ജീവകം C ആണ് അസ്കോർബിക് ആസിഡ്. ജീവകം D കാൽസിഫെറോൾ ആണ്. ജീവകം D ആണ് കാൽസിഫെറോൾ. ടോക്കോഫെറോൾ എന്ന് പറയുന്നത് ജീവകം E ആണ്. ജീവകം K ഫെല്ലോക്കിനോൻ ആണ്. ഇനി ജീവകം കെയെ കുറിച്ച് നോക്കാം. രക്തസ്രാവം തടയാനായി ജനിച്ചയുടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിനാണ് ജീവകം കെ എന്ന് പറയുന്നത്. ജീവകം കെ എന്ന് പറയുന്നത് ജനിച്ചയുടനെ കുഞ്ഞുങ്ങൾക്ക് രക്തം കട്ടപിടിക്കാൻ രക്തസ്രാവം തടയാനായിട്ട് ജനിച്ചയുടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിനാണ് ജീവകം കെ എന്ന് പറയുന്നത്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. ഫൈറ്റോനാഡിയോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് ജീവകം കെ എന്ന് പറയുന്നത്. ജീവകം കെയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു പ്രോത്രോംബിനാണ് ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു. ജീവകം ബിയെ കുറിച്ച് നോക്കാം. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം തയാമിൻ. അമിത മദ്യപാനികൾക്ക് നൽകുന്നത് ജീവകം തയാമിനാണ്. പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ ആണ് പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന ഘടകം. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ലാവിൻ ആണ്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം B7, ജീവകം B5, ജീവകം K എന്ന് പറയുന്നത്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം B7, ജീവകം B5, ജീവകം K. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B2. വൈറ്റമിൻ PP പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്നത് ജീവകം B3 നിയാസിൻ ആണ്. ജീവകം H എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം H ആണ്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം B9. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം B9 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം B12 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം B12 ആണ്. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപം സയനോകൊബാലമിൻ ആണ്. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപം എന്ന് പറയുന്നത്. ശരീരത്തിൽ കൊബാൾട്ടിന്റെ പ്രധാന ധർമ്മം ഇരുമ്പിനെ ആഗിരണം ചെയ്യുക. ജീവകം B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന പെല്ലഗ്ര രോഗം ബാധിക്കുന്നത് ത്വക്ക്, അന്നപദം, നാഡീവ്യവസ്ഥ. ജീവകം B3 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന പെല്ലഗ്ര രോഗം ബാധിക്കുന്നത് ത്വക്ക്, അന്നപദം, നാഡീവ്യവസ്ഥ. ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ICMR ശുപാർശ ചെയ്തിരിക്കുന്നത്? 295 ഗ്രാം ആണ്. 295 ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ICMR ശുപാർശ ചെയ്തിട്ടുള്ളത്. പ്രായപൂർത്തിയായ ഒരാളിന് ഒരു ദിവസം ആവശ്യമായ ധാന്യം എത്രയാണ്? 500 ഗ്രാം ആണ് അല്ലേ. ആഹാര പദാർത്ഥങ്ങളിൽ ചൂടാക്കുന്നതിലൂടെ വൈറ്റമിൻ സി നീരാവിയിൽ എത്തുന്നു. ഇത് നീരാവിയോടൊപ്പം നഷ്ടപ്പെട്ടു പോകുന്നു. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകമാണ് ജീവകം സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സിയും ജീവകം ബിയും. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലകമാണ്? ജീവകം സിയുടെ അഭാവം മൂലമാണ്. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി ആണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി. ജീവകം സിയുടെ അഭാവം മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നു. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. ജീവകം എ നിശാന്തത, കെരാറ്റോമലാസിയ, സിറാഫ്തോൽമിയ. ജീവകം എ നിശാന്തത, കെരാറ്റോമലാസിയ, സിറാഫ്തോൽമിയ. ജീവകം B1 ആണെങ്കിൽ ബെറിബറി ആണ്. ജീവകം B2 ത്വക്ക് സംബന്ധമായ രോഗം, വളർച്ചാമാന്ദ്യം. ജീവകം B3 ആണെങ്കിൽ പെല്ലഗ്രയാണ്. ജീവകം B5 പരസ്തേശിയാണ് ജീവകം B5. ജീവകം B6 ആണെങ്കിൽ അനീമിയാണ്.
ജീവകം B6 ആണ് അനീമിയ. ജീവകം B7 ആണ് ഡെർമറ്റൈറ്റിസ് എൻഡറൈറ്റിസ്. ജീവകം B7 ഡെർമറ്റൈറ്റിസ് എൻഡറൈറ്റിസ്. ജീവകം B9 ആണ് വളർച്ച മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയയും വിളർച്ചയും മെഗലോബ്ലാസ്റ്റിക് അനീമിയയുമാണ് ജീവകം B9 അപര്യാപ്തത രോഗം. ഇനി ജീവകം B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയയാണ്. പെർനീഷ്യസ് അനീമിയയാണ് ജീവകം B12 ആണെങ്കിൽ. ജീവകം C ആണെങ്കിൽ സ്കർവിയാണ്. ജീവകം D ആണ് റിക്കറ്റ്സ്, മലാസിയ, ഓസ്റ്റിയോപെറോസിസ്. വന്ധ്യത ജീവകം E ആണ്. ജീവകം K രക്തസ്രാവമാണ്. ഇനി അടുത്തതായിട്ട് വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, ധർമ്മം എന്നിവയാണ്. വിറ്റാമിൻ A ആണെങ്കിൽ ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, മീനെണ്ണ തുടങ്ങിയവയിൽ വിറ്റാമിൻ E കാണപ്പെടുന്നു. ഇതിൽ ധർമ്മം എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യമാണ്. D ആണ് വിറ്റാമിൻ D പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ തുടങ്ങിയവയിലാണ് ഉള്ളത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. വിറ്റാമിൻ E എന്ന് പറയുന്നത് സസ്യ എണ്ണകൾ, മുട്ടയുടെ മഞ്ഞ, പാല്, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നു. നാഡികളുടെ ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. വിറ്റാമിൻ K ആണെങ്കിൽ കാബേജ്, ചീര, കോളിഫ്ലവർ, മുട്ട, മാംസം എന്നിവയിൽ കാണുന്നു. മുറിവ് ഉണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ B ആണെങ്കിൽ ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില. ധാന്യങ്ങളുടെ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുവിൻ്റെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. C ആണെങ്കിൽ പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന്. ബ്യൂട്ടി വൈറ്റമിൻ നോക്കാം. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ ആണ് വൈറ്റമിൻ C. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ ആണ് വൈറ്റമിൻ C. സൺഷൈൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. സ്റ്റിറോയിഡ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. സ്റ്റിറോയിഡ് വൈറ്റമിൻ D ആണ്. ബ്യൂട്ടി വൈറ്റമിൻ E ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ് വൈറ്റമിൻ E. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ് വൈറ്റമിൻ E. ഹോർമോൺ വൈറ്റമിൻ ആണ് വൈറ്റമിൻ E. കൊയാഗുലേഷൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ K. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ B3 ആണ്. ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ ആണ് റെറ്റിനോൾ വൈറ്റമിൻ A. ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ ആണ് ഫെല്ലോക്കിനോൺ വൈറ്റമിൻ K എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ധാതുക്കളാണ് പഠിക്കാൻ പോകുന്നത്. ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങൾ ധാതുക്കളും ജീവകങ്ങളുമാണ്. ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ധാതുക്കളാണ്. ദഹനത്തിന് വിധേയമാക്കാത്ത പോഷക ഘടകമാണ് ധാതുക്കൾ. കൂടിയ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ്, സൾഫർ. കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കളാണ് കോപ്പർ, അയൺ, സിങ്ക്, മാംഗനീസ്, അയഡിൻ, ഫ്ലൂറൈഡ്. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഇരുമ്പാണ്. രക്തത്തിൽ ഇരുമ്പ് അധികമാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യമാണ് ചോളം. ഇരുമ്പ് സത്തുള്ള ധാന്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചോളമാണ്. ചോളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണയാണ് മാർഗറിൻ എന്ന് പറയുന്നത്. മാർഗറിനാണ് ചോളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞളാണ്. ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം കശകശയാണ്. ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കശകശ. ഇനി പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹം ഏതാണ്? അത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിൻ്റെ പ്രധാന സ്രോതസ്സ് സമുദ്ര വിഭവങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ചോക്ലേറ്റ്, ഇലക്കറികൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കുറവുള്ള മൂലകം മഗ്നീഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ചുള്ള മൂലകം മഗ്നീഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും അടങ്ങിയിരിക്കുന്ന ധാതു കാൽസ്യമാണ്. കാൽസ്യത്തിൻ്റെ സ്രോതസ്സ് പാല്, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം. കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ടെറ്റനി, ഓസ്റ്റിയോപെറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കൽ. പൊട്ടാസ്യത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ് കരിക്കിൻ വെള്ളം, പാല്, മാംസം, പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ. പൊട്ടാസ്യത്തിൻ്റെ അഭാവം കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സന്ധിവാതം. അയഡിൻ്റെ പ്രധാന സ്രോതസ്സ് സമുദ്ര വിഭവങ്ങൾ, അയഡൈഡ്, ഉപ്പ്. ജലം. മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ഏകദേശം 65%. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ്
40 ലിറ്ററാണ്. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളം ഏകദേശം 2 ലിറ്ററാണ്. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം വിസർജിക്കുന്ന മൂത്രത്തിൻ്റെ ശരാശരി അളവെന്ന് പറയുന്നത് 1.5 ലിറ്ററാണ്. പ്രധാനമായും ശരീരത്തിൽ നിന്നും ജലനഷ്ടം സംഭവിക്കുന്നത് മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെയാണ്. ധാതു, ധർമ്മം, സ്രോതസ്. ഇരുമ്പാണെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം ഇലക്കറികൾ, മഞ്ഞക്കുരു, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലാണ് ഇരുമ്പ് അധികമായിട്ടും കിട്ടുന്നത്. ഇനി കാൽസ്യം, ഫോസ്ഫറസ് ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും സന്ധികളുടെയും പ്രവർത്തനത്തിനും ആണ്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു കറിയുപ്പിലാണ്. സ്രോതസ് കറിയുപ്പാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. ഇനി അയഡിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, മാനസിക വളർച്ചയ്ക്ക്. കടൽ വിഭവങ്ങൾ. അയഡിൻ ചേർത്ത ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിൽ നിന്നും ലഭിക്കുന്നു. അടുത്തത് പഠിക്കാനുള്ളത് നാരുകളാണ്. നാരുകൾ നോക്കാം. സസ്യാഹാരത്തിലൂടെ ലഭ്യമാകുന്നതും എന്നാൽ ശരീരത്തിന് ദഹിക്കാൻ കഴിയാത്തതുമായ ധാന്യങ്ങളാണ് നാരുകൾ എന്ന് പറയുന്നത്. നാരുകൾ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ തവിടുകൾ കളയാതെ ധാന്യങ്ങൾ, പയറിനങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴക്കൂമ്പ് എന്നിവയിൽ നിന്നാണ്. നാരുകളുടെ പ്രധാന ധർമ്മം വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നു. അന്തസ്രാവി വ്യവസ്ഥ. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളുടെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുടെ ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ് എൻഡോക്രൈനോളജിയുടെ പിതാവ്. ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടാത്ത ഗ്രന്ഥികളാണ് ബഹിസ്രാവി ഗ്രന്ഥികൾ. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുഴലുകളില്ലാത്തതിനാൽ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ. നാളീഗ്രഹിത ഗ്രന്ഥികൾ എന്ന് അറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങൾ അറിയപ്പെടുന്നത് ഹോർമോണുകൾ എന്നാണ്. അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങൾ അറിയപ്പെടുന്നത് ഹോർമോണുകൾ എന്നാണ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്ന ഹോർമോണുകളാണ്. മനുഷ്യരുടെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.H. സ്റ്റാർലിംഗ് ആണ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.S. സ്റ്റാർലിംഗ് ആണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ സെക്രീറ്റിൻ ആണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് സെക്രീറ്റിൻ ആണ്. രാസസ്വഭാവം അടിസ്ഥാനമാക്കി ഹോർമോണുകളെ 4ആയി തരംതിരിക്കുന്നു. ഹെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, മാംസ്യ ഹോർമോണുകൾ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നിവയാണ്. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, മാംസ്യ ഹോർമോണുകൾ. അതിന് ഉദാഹരണം ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. സ്റ്റിറോയിഡുകൾക്ക് ഉദാഹരണം കോർട്ടിസോളും ടെസ്റ്റോസ്റ്റിറോണും പ്രൊജസ്റ്റിറോണുമാണ്. സ്റ്റിറോയിഡുകളിൽ ഉദാഹരണം കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്റ്റിറോൺ. തൈറോണിനുകൾ അതിന് ഉദാഹരണം തൈറോയിഡ് ഹോർമോണുകളാണ്. അമിനോ ആസിഡ് ഉൽപ്പന്നങ്ങൾ അതിനുദാഹരണം എപ്പിനെഫ്രിൻ ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ ഉള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി. ഏതു ഗ്രന്ഥിയാണ് മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്? പീയൂഷ ഗ്രന്ഥിയാണ്. ഏത് ഗ്രന്ഥിയാണ് മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്? പീയൂഷ ഗ്രന്ഥിയാണ്. മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിനെ ഉത്തേജിപ്പിക്കുന്ന ടോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മനുഷ്യൻ്റെ തലച്ചോറിൽ സെല്ല ടോർസിക എന്ന അസ്ഥി പേടകത്തിലാണ് പീയൂഷ ഗ്രന്ഥി കാണപ്പെടുന്നത്. ഹൈപ്പോതലാമസുമായി ഇതിനെ ഒരു ദണ്ട് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഘടനാപരമായ പീയൂഷ ഗ്രന്ഥിയെ അഡിനോ ഹൈപ്പോഫൈസിസ്, ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നിങ്ങനെ 2ആയി തരംതിരിക്കുന്നു. അഡിനോ ഹൈപ്പോഫൈസിസിൻ്റെ ഭാഗങ്ങൾ പാസ് ഡിസ്റ്റാലിസ്, പാസ് ഇൻ്റർമീഡിയ. പീയൂഷ ഗ്രന്ഥിയുടെ മുൻതളമായി അറിയപ്പെടുന്നത് പാസ് ഡിസ്റ്റാലിസ് ആണ്. പാസ് ഇൻ്റർമീഡിയ എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ഹോർമോണാണ് മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോൺ. MSH ഹോർമോൺ മെലാനോസൈറ്റുകളിൽ പ്രവർത്തിക്കുകയും ത്വക്കിൻ്റെ നിറഭേദത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. പീയൂഷ ഗ്രന്ഥിയുടെ പിന്തളമായി അറിയപ്പെടുന്നത് ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ്. ന്യൂറോ ഹൈപ്പോഫൈസിസിൻ്റെ ധർമ്മം ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ സംഭരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ ഹോർമോണുകൾ ഹൈപ്പോതലാമസിൽ സംശ്ലേഷിക്കപ്പെടുകയും ആക്സോണുകൾ വഴി പിന്തളത്തിൽ എത്തുകയും ചെയ്യുന്നത്. ശരീര വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിനിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് വളർച്ച മുരടിച്ച അവസ്ഥയാണ് വാമനത്വം. ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഗൊണാഡോട്രോഫിക് ഹോർമോണുകളാണ് പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ലൂട്ടിനെ,
സിങ്ക് ഹോർമോണുകൾ, ഹോളിസ്റ്റിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ എന്നിവ. ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെയും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്നു. LH. ഇനി ഫോളിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് FSH. പുരുഷന്മാരിൽ FSHും ആൻഡ്രോജനുകളും പുംബീജ ഉൽപാദനത്തെ ക്രമപ്പെടുത്തുന്നു. പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ധർമ്മം ആണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ആഡ്രീനോ കോർട്ടിക്കോസ്ട്രോഫിക് ഹോർമോണാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൽ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഗൊണാഡോട്രോപിക് ഹോർമോണാണ്. പുരുഷന്മാരുടെ വൃഷ്ണത്തിന്റെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു. വളർച്ച ഹോർമോണാണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പ്രൊലാക്റ്റിനാണ് മുലപ്പാൽ ഉൽപാദനം. ശരീര വളർച്ചയിൽ ഘട്ടങ്ങളിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം അധികമാകുന്നതിന്റെ ഫലമായി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. ശരീര വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം കാരണം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികളിൽ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി. വളർച്ചാഘട്ടത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. ഗ്രന്ഥികളും സ്ഥാനങ്ങളും തലച്ചോറിന്റെ അടിഭാഗത്തായി പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി. പീയൂഷഗ്രന്ഥി പയറുവിത്തിന്റെ ആകൃതിയിലാണ്. പീയൂഷഗ്രന്ഥി പി എന്നാണല്ലോ തുടങ്ങുന്നത്, പി അല്ലേ? ഇപ്പോൾ പയറിലെ പി പയറാണല്ലോ. അപ്പം പീയൂഷഗ്രന്ഥി പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു തലച്ചോറിന്റെ അടിവശത്തായിട്ട്. കഴുത്തിന്റെ സ്വനപേടത്തിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴുത്തിന്റെ സ്വനപേടകത്തിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ആമാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. പാൻക്രിയാസ് ഗ്രന്ഥി എന്താണ്? നമ്മൾ ആമാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ്. ഈ പാൻ എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഫ്രൈ പാന് നമ്മൾ എന്താണ്? ഭക്ഷണം ഉണ്ടാക്കാനാണ്. അപ്പോൾ ആമാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ആണ്. ഇനി വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത് വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്നതാണ് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥി. ഹൈപ്പോതലാമസ്. ശരീരത്തിൻ്റെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥി ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. പ്യൂറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ച് ഹോർമോണുകളെ സംഭരിച്ച് വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നത് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ്. ഗർഭാശയഭിത്തിയിലെ മിനുസപേശികളുടെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും മുലപ്പാൽ ചുരത്താനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ADH ആന്റി ഡയൂറിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലും മഴക്കാലത്ത് തണുപ്പുകാലത്തും ഉൽപ്പാദനം കുറവുമായിരിക്കും. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ്. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥി. ശ്വാസനാളത്തിൻ്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി യോജിപ്പിച്ചിരിക്കുന്ന യോജകല ഇസ്തുമസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. പൂർണ്ണമായ വിശ്രമാവസ്ഥയിലും ഒരു ജീവിക്ക് ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് നിലനിർത്തുന്നത് മാത്രം മതിയാകുന്ന ഊർജ ഉപയോഗം അറിയപ്പെടുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നാണ്.
ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. വലുതും ചെറുതും മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. പയറ് വളരെ ചെറുതാണല്ലോ, അപ്പോൾ പീയൂഷ ഗ്രന്ഥി. പീറ്റ്യൂട്ടറി ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി എന്നും പരാമർശിക്കുന്നുണ്ട്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം ആണ് തൈറോയിഡ്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന തൈറോയ്ഡ് വൈകല്യങ്ങൾ കണ്ടെത്താവുന്നതാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിനാണ്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥ ഗോയിറ്റർ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും കാരണമാകുന്ന രോഗം ക്രെറ്റിനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും കാരണമാകുന്ന രോഗം ക്രെറ്റിനിസമാണ്. തൈറോക്സിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. തൈറോക്സിൻ്റെ അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗം എക്സോസ്താൽഫിക് ഗോയിറ്റർ ആണ്, ഗ്രേവ്സ് ഡിസീസ്. തൈറോക്സിൻ്റെ ഗ്രന്ഥി അമിതമായി വലുതാകുക, കണ്ണുകൾ പുറത്തേക്ക് തള്ളുക, അടിസ്ഥാന ഉപാപചയ നിരക്ക് വർദ്ധിക്കുക, ശരീരഭാരം കുറയുക എന്നീ ലക്ഷണങ്ങളോട് കൂടിയ ഹൈപ്പർ തൈറോയിഡിസമാണ് എക്സോസ്താൽഫിക് ഗോയിറ്റർ. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലാകുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. അസ്ഥികളിൽ നിന്നും കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. പാരാതൈറോയ്ഡ് ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ രക്തത്തിൻ്റെ തോത് ഉയർത്തി സാധാരണ നിലയിലാക്കാൻ ഹോർമോൺ പാരാതെർമോണാണ്. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാതെർമോൺ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. മറ്റ് ശരീരഭാഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രേലിൻ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോണാണ് ഗ്രേലിൻ. ഗ്യാസ്ട്രിൻ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നു. ടെൻസിനോജൻ കരൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സെക്രീറ്റിൻ, കോളിസിസ്റ്റൈൻ പക്വാശയം. റെനിൻ എറിത്രോപോയിറ്റർ വൃക്ക. പ്രൊജസ്റ്ററോൺ പ്ലാസെൻറ്റ. HCG HPL പ്ലാസെൻറ്റ. റിലാക്സിൻ ഗർഭാശയം. ഏട്രിയൽ നാട്രിയൂററ്റ് പെപ്റ്റൈഡ് ഹൃദയം. ബ്രെയിൻ നാട്രിയൂറ്റിക് പെപ്റ്റൈഡ് ഹൃദയം. പാരാതെർമോണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ടെറ്റനിയാണ്. പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. ആഗ്നേയഗ്രന്ഥി ബഹിസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയഗ്രന്ഥി. പാൻക്രിയാസ്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പാനിലാണെന്ന് ഓർത്തു വെക്കുക. പാൻക്രിയാസ് ആണ് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങൾ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളാണ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ ആണ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻഡിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻഡിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കഗോൺ നിർമ്മിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോജനാക്കി മാറ്റുന്ന
കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. ഇൻസുലിൻ വേർതിരിച്ചെടുക്കുന്ന ശാസ്ത്രജ്ഞൻ ബെൻഡിക് ബെസ്റ്റ് ആണ്. 1921 ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി കിട്ടുന്ന അവസ്ഥയാണ് ഹൈപ്പർഗ്ലൈസീമിയ. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ബെനഡിക്റ്റ് ലായനിയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 43 mg 100 ml ആണ്. ആയി കുറയുന്നത് അബോധാവസ്ഥയ്ക്കും പെട്ടെന്നുള്ള മരണത്തിനും കാരണമാകുന്നു. ഈ അവസ്ഥയാണ് ഇൻസുലിൻ ഷോക്ക് എന്ന് പറയുന്നത്. 2022 ലോക പ്രമേഹ ദിനം എഡ്യൂക്കേഷൻ ടു പ്രൊട്ടക്റ്റ് ടുമോറോ. അഡ്രീനൽ ഗ്രന്ഥി വൃക്കയുടെ മുകളിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. 3F ഗ്രന്ഥി എന്നും ഫോറസ് ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അതിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥിയുടെ 2 ഭാഗങ്ങളാണ് അഡ്രീനൽ കോർട്ടക്സും അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം അഡ്രീനൽ മെഡുല, അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം. അഡ്രീനൽ മെഡുല എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമാണ്. അഡ്രീനൽ കോർട്ടക്സ് എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമാണ്. അഡ്രീനൽ കോർട്ടക്സിന്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായിട്ട് പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ, കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ. 3 തരം കോർട്ടിക്കോസ്റ്റിറോയിഡുകളാണ്: ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ, മിനറലോ കോർട്ടിക്കോയിഡുകൾ, സെക്സ് ഹോർമോണുകൾ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾക്ക് ഉദാഹരണം കോർട്ടിസോള്, കോർട്ടിക്കോസ്റ്റിറോൺ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അമിനോ ആസിഡിന്റെ കോശങ്ങളിലേക്കുള്ള ആഗിരണവും ഉപയോഗപ്പെടുത്തലും തടസ്സപ്പെടുത്തുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ശരീരത്തിന്റെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കൽ എന്നിവയ്ക്ക് കാരണമാകുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അരുണരക്താണുക്കളുടെ ഉൽപ്പാദനത്തിൽ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ആസ്മ, സന്ധിവാതം എന്നിവ മരുന്നായി ഉപയോഗിക്കുന്നത് കോർട്ടിസോണാണ്. കോർട്ടിസോളിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. അഡിസൺസ് രോഗമാണ് കോർട്ടിസോളിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. കോർട്ടിസോളിന്റെ അധികോൽപാദനം മൂലമുണ്ടാകുന്ന രോഗം കുഷിൻസ് രോഗമാണ്. കുഷിൻസ് സിൻഡ്രോം ആണ് കോർട്ടിസോളിന്റെ അധികോൽപാദനം മൂലമുണ്ടാകുന്ന രോഗം. മിനറലോ കോർട്ടിക്കോയിഡ് ഹോർമോണിന് ഉദാഹരണം ആൽഡോസ്റ്റിറോൺ ആണ് മിനറലോ കോർട്ടിക്കോയിഡ് ഹോർമോണിന് ഉദാഹരണം. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആൻഡോസ്റ്റിറോണിന്റെ അധികോൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കോൺഡ് സിൻഡ്രോം. നാഡീകലകളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത. അടുത്തതായിട്ട് അഡ്രീനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങൾ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോടൊത്തു ചേർന്ന് ശരീരത്തെ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ സജ്ജമാക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഭയം ഉണ്ടാകുന്ന അവസരങ്ങൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ രോഗികളിൽ കുത്തിവയ്ക്കുന്നതിനാലാണ് ഇതിനെ ഇങ്ങനെ അറിയപ്പെടുന്നത്. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാക്കുന്ന അവസ്ഥയാണ് വെറുലിസം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുന്നതിന് അവസ്ഥയാണ് വെറുലിസം. പുരുഷന്മാരിൽ സ്ത്രൈണ സ്വഭാവം പ്രകടമാകുന്നതാണ് ഗൈനക്കോമാസ്റ്റിയാണ് പുരുഷന്മാരിൽ സ്ത്രൈണ സ്വഭാവം പ്രകടമാകുന്ന അവസ്ഥ. വെറുലിസം, ഗൈനക്കോമാസിയ എന്നീ അവസ്ഥകൾക്ക് കാരണം അഡ്രീനൽ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മുഴയാണ്. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. സ്ത്രീകളുടെ ലൈംഗിക വളർച്ച, ആർത്തവ ചക്രം, അണ്ഡോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. വൃഷണത്തിന്റെ തൈമസ് ഗ്രന്ഥി. മാറലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ്
ഈ ഒരു ഗ്രന്ഥി എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. പീനിയൽ ഗ്രന്ഥി മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നു. സെറാട്ടോണിൻ, മെലാട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം ക്രമീകരിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ ആണ്. കൃത്യമായ ജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. മനുഷ്യനിലെ വൈകാരിക അവസ്ഥ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറാട്ടോണിൻ. അപരനാമങ്ങൾ: ആദാമിൻ്റെ ആപ്പിൾ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ആദാമിൻ്റെ ആപ്പിൾ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്ന് പറയുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്ന് പറയുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. വളർച്ചാ ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. വളർച്ചാ ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. ശൈശവ ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥിയാണ് ശൈശവ ഗ്രന്ഥി. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അടിയന്തര ഹോർമോണാണ് അഡ്രിനാലിൻ. അഡ്രിനാലിനാണ് അടിയന്തര ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രിനാലിനാണ്. സസ്യ ഹോർമോണുകൾ: സസ്യത്തിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിനായിട്ട് സസ്യകോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് സസ്യ ഹോർമോണുകൾ. സസ്യ വളർച്ചാ വസ്തുക്കൾ എന്ന് അറിയപ്പെടുന്നത് സസ്യ ഹോർമോണുകളാണ്. സസ്യകാണ്ഡത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. സസ്യകാണ്ഡത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഓക്സിനാണ്. ഒരു സ്വാഭാവിക ഓക്സിനാണ് ഇൻഡോർ 3 അസറ്റിക് അമ്ലം. സസ്യങ്ങളിലെ കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. വേരുകളിൽ അമിത വളർച്ച തടയുകയും ഫലരൂപീകരണത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിൻ. സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോണാണ് ജിബ്ബർലിൻ. സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോണാണ് ജിബ്ബർലിൻ. വിത്തുകൾ മുളയ്ക്കുമ്പോൾ അതിൽ രാസാഗ്നികൾ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ജിബ്ബർലിൻ. വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോണാണ് എഥിലിൻ. വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോണാണ് എഥിലിൻ. ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. വാക്സിനുമായി ചേർന്ന് സസ്യങ്ങളിൽ കോശവിഭജനവും കോശവൈവിധ്യവൽക്കരണവും കോശവളർച്ചയും സാധ്യമാക്കുന്ന ഹോർമോണാണ് സൈറ്റോകിനിൻ. സൈറ്റോകിനിൻ എന്ന് പറയുന്നത് ഓക്സിനുമായി ചേർന്ന് സസ്യങ്ങളിൽ കോശവിഭജനവും കോശവൈവിധ്യവൽക്കരണവും കോശവളർച്ചയും സാധ്യമാക്കുന്ന ഹോർമോണാണ് സൈറ്റോകിനിൻ. തേങ്ങാവെള്ളത്തിൽ സുലഭമായി കാണുന്ന ഹോർമോണാണ് സൈറ്റോകിനിൻ. വേഗത്തിലുള്ള പോഷക വിഘടനത്തെ സഹായിക്കുന്ന ഹോർമോണാണ് സൈറ്റോകിനിൻ. വേഗത്തിലുള്ള പോഷക വിഘടനത്തെ സഹായിക്കുന്ന ഹോർമോൺ സൈറ്റോകിനിനാണ്. സസ്യങ്ങളിലെ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കാൻ സഹായിക്കുന്നത് അബ്സസിക് ആസിഡാണ്. സസ്യങ്ങളിലെ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കാൻ സഹായിക്കുന്നത് അബ്സസിക് ആസിഡാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ സസ്യങ്ങളെ നിലനിർപ്പിന് പങ്കുവഹിക്കുന്ന ഹോർമോണാണ് അബ്സസിക് ആസിഡ്. പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഫ്ലോറിജൻ. ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി വെർണലൈസേഷൻ. വെർണലൈസേഷൻ്റെ ഉപജ്ഞാതാവ് ലൈസംഗോ ആണ്. കൃത്രിമ ഹോർമോണുകൾ: ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളിൽ വിത്തില്ലാതെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കൃത്രിമ ഓക്സിൻ എന്ന് പറയുന്നത്. കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാതെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. ബീജസംയോഗം നടക്കാൻ അണ്ഡാശയങ്ങൾ ഫലമായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പിക്ക് കാരണമായ മറ്റൊരു ഹോർമോണാണ് ജിബ്ബർലിൻ. പാർത്തനോകാർപ്പിക്ക് കാരണമായ മറ്റൊരു ഹോർമോണാണ് ജിബ്ബർലിൻ. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായിട്ട് ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോനാണ് ജിബ്ബർലിൻ. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് എഥിലിൻ എന്ന് പറയുന്നത്. തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ ഒരേ സമയം പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോണാണ് എഥിലിൻ എന്ന് പറയുന്നത്. കൃത്രിമ ഫലങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാതകം അസറ്റലിനാണ്. വേരുമുളപ്പിക്കൽ, ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണുകളാണ് നാഫ്തലിൻ, അസിറ്റിക് ആസിഡ്, ഇൻഡോർ ബ്യൂട്ടറിക് ആസിഡ്. കൊളകളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. പഴവർഗ്ഗങ്ങളിൽ ഒരേ സമയം വിളവെടുപ്പ് നടത്താൻ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് അബ്സസിക് ആസിഡ്. റബ്ബർ മരങ്ങളിൽ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എഥിഫോണാണ്. ഇനി ചുവടെ നൽകിയിരിക്കുന്നവയിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കാത്ത ഹോർമോൺ ഏത്? പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ, സൊമാറ്റോട്രോപ്പിൻ, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ഓക്സിറ്റോസിനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹോർമോണുകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി കണ്ടെത്തി എഴുതുക.
അതിൽ ABD ആണ് ശരിയായിട്ടുള്ളത്. അപ്പം ABD ആണ് ശരിയായിട്ടുള്ളത്. നോക്കാം. ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങളാണ് ഹോർമോണുകൾ. ഹോർമോണുകൾ രക്തത്തിലൂടെ സംവഹനം ചെയ്യുന്നു. ഹോർമോണുകൾ പ്രത്യേക കുഴലുകളിലൂടെ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നു. അത് കറക്റ്റ് അല്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ബയോളജി. അപ്പോൾ ബയോളജി നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഏറെക്കുറെ തീർത്ത് കഴിഞ്ഞു. ഇനി സൈക്കോളജിയിൽ ഒരു 2 ദിവസം കൊണ്ട് ബാക്കി ക്ലാസ്സുകളും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് ബാക്കി സൈക്കോളജി നോക്കാം. വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ 11ാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് മൻമോഹൻ സിംഗ് ആണ്. 11ാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് മൻമോഹൻ സിംഗ് ആണ്. വാർധ വിദ്യാഭ്യാസ പദ്ധതി. 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. നെയ്യും താലിം അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച നേതാവ് മഹാത്മാഗാന്ധിയാണ്. നെയ്യും താലിം പദ്ധതിയുടെ ലക്ഷ്യം 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക. നെയ്യും താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പദ്ധതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. റിപ്പോർട്ട് സമർപ്പിച്ചത് 1938. ഗാന്ധിജിയുടെ നെയ്യും താലിം എന്ന പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ 13 ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകമാണ് എക്സ്പീരിയൻ്റൽ ലേണിംഗ് ഗാന്ധിജീസ് നെയ്യും താലിം. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്നത് സ്വാശ്രയത്വം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായ ആവശ്യമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. എന്തൊക്കെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അമ്മയുടെ മാറിലേക്ക് എന്ന പോലെ ഞാൻ എൻ്റെ മാതൃഭാഷയോട് പറ്റിച്ചേർന്ന് തന്നെ നിൽക്കും. ജീവൻ്റെ നൽകുന്ന മുലപ്പാൽ അവിടെ നിന്ന് എനിക്ക് ലഭിക്കും. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ നടപ്പിലാക്കിയത് ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകി. വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥി വിനിമയ സാധ്യത മെച്ചപ്പെടുത്തുവാനുള്ള നടപടി സ്വീകരിച്ചു. പ്രാഥമിക ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രാഥമിക വിദ്യാലയത്തിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങളും സാമഗ്രികളും നൽകുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഗ്രാമീണ വിദ്യാലയങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏറെയുള്ള പ്രദേശങ്ങളിലുമാണ് ഈ പദ്ധതി പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പെൺപള്ളിക്കൂടങ്ങൾക്കാണ് മുൻഗണന. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകി വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥി വിനിമയ സാധ്യത മെച്ചപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായി എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. ഗ്രാമീണ മേഖലയിലെ വനിതകളെ വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കുന്നതിനായിട്ട് 1988 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമാഖ്യ പദ്ധതി. ഭൂമിശാസ്ത്രപരമായും സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാലും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട പദ്ധതിയാണ് അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി. ജാതി മത ലിംഗഭേദമന്യേ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായിട്ടുള്ള നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അവശ്യ പഠന നിലവാരം MLL. മിനിമം ലെവൽ ഓഫ് ലേണിംഗ്. സ്വീഡിഷ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് കോഓപ്പറേഷൻ ഏജൻസിയുടെയും യൂണിസെഫിൻ്റെയും സഹായത്തോടെ ആഗോള സാർവത്രിക വിദ്യാഭ്യാസം സാധ്യമാക്കാൻ രാജസ്ഥാനിൽ ആരംഭിച്ച പദ്ധതിയാണ് ശിക്ഷാകർമ്മി പദ്ധതി. ജനകീയ പങ്കാളിത്തത്തോടെ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടി സ്വീഡിഷ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ സഹായത്തോടെ രാജസ്ഥാനിൽ 1992 നടപ്പിലാക്കിയ പദ്ധതി ലോക് ജുംബിഷ്.
രാജ്യത്തിനകത്തും വിദേശത്തു നിന്നും ലഭിക്കുന്ന സംഭാവനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് രൂപം നൽകിയ വിദ്യാഭ്യാസ നിധിയാണ് ഭാരത് ശിക്ഷാ ഘോഷ്. 2009 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ വനിതാ സാക്ഷരതാ നിർമ്മാർജ്ജന പരിപാടിയാണ് സാക്ഷർ ഭാരത് മിഷൻ. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി 1994 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് DPEP, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. DPEPയിലെ 2001 സർവശിക്ഷ അഭിയാനിൽ ലയിപ്പിച്ചു. സർവശിക്ഷ അഭിയാൻ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികവുമാക്കാൻ 2001 നിലവിൽ വന്ന പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. SSIക്ക് തുടക്കം കുറിച്ചത് AB വാജ്പേയി ആണ്. SSIയുടെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക. SSIയുടെ ദേശീയ തലത്തിലുള്ള ഉപപദ്ധതിയാണ് പാതേ ഭാരതും ഭാന്തേ ഭാരതും. SSI മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പരിപാടിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA. 2009 മാർച്ച് SSA, RMSA, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച് പുതിയ പദ്ധതി സമഗ്ര ശിക്ഷാ അഭിയാനാണ്. സമഗ്ര ശിക്ഷാ അഭിയാൻ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് മലയാളത്തിളക്കം. യുനെസ്കോ വളരെയധികം പ്രശംസിച്ച നിരക്ഷരത നിർമ്മാർജ്ജന പദ്ധതിയാണ് നാഷണൽ ലിറ്ററസി മിഷൻ. സാക്ഷരത എന്നാൽ അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ ആയ ഭാഷ സന്ദർഭോചിതമായി മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുത്തുവാനും സൃഷ്ടിക്കുവാനും വിനിമയം ചെയ്യുവാനും ഉപയോഗിക്കാനുള്ള കഴിവ് എന്നഭിപ്രായപ്പെടുന്ന സംഘടനയാണ് യുനെസ്കോ. കേന്ദ്ര സർക്കാരിൻ്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ 5 ഏജൻസികളുടെയും UNDP, UNICEF, UNFPA, യുനെസ്കോ, ILO സഹായത്തോടെ പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജനശാല പദ്ധതി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2013 ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2013 ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2009 ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് പ്രത്യേക വോളണ്ടിയർമാരെ നിയമിക്കുന്ന MHRDയുടെ പദ്ധതിയാണ് വിദ്യാഞ്ജലി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് പ്രത്യേക വോളണ്ടിയർമാരെ നിയമിക്കുന്ന MHRDയുടെ പദ്ധതിയാണ് വിദ്യാഞ്ജലി. ലിംഗവിവേചനം കുറയ്ക്കുവാനും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ പട്ടികജാതി, പട്ടികവർഗ, OBC, ന്യൂനപക്ഷ വിഭാഗത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സർവശിക്ഷാ അഭിയാൻ്റെ അപ്പർ പ്രൈമറി സ്കൂളാണ് കസ്തൂർബ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങൾ. 2004 11ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് കസ്തൂർബ ഗാന്ധി ബാലികാ വിദ്യാലയ പദ്ധതി സർവശിക്ഷാ അഭിയാനിൽ ലയിപ്പിച്ചു. നവോദയ വിദ്യാലയം വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെടുവാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദ്യാഭ്യാസ നയം. 1986 ദേശീയ വിദ്യാഭ്യാസ നയം. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുവാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1986. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുവാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഏത് ആക്ടിൻ്റെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഇന്ത്യയിൽ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത ഏക സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഓരോ നവോദയ വിദ്യാലയങ്ങളാണ് ഉള്ളത്. ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ഈ പദ്ധതികൾ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും അത് ഗ്രാമീണ പ്രതിഭകളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. കഴിവുകൾ ഉള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പരിമിതികൾ ഇല്ലാതെ സ്വാംശീകരിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താതെ ഗ്രാമീണ മേഖലകളിൽ നിന്നും കഴിവുകൾ കുട്ടികൾക്ക് മൂല്യങ്ങൾ, പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം, സാഹസിക പ്രവർത്തനങ്ങൾ, ശാരീരിക വിദ്യാഭ്യാസം എന്നിവ തുടങ്ങുന്ന നല്ല നിലവാരമുള്ള ആധുനിക വിദ്യാഭ്യാസം നൽകുന്നു. സ്കൂൾ വിദ്യാർത്ഥികളെ ശാസ്ത്ര അവബോധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ RAA. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിനായി 2015 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാദമിക് നെറ്റ്വർക്ക്സ്.
കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അധ്യാപകരുടെ അധ്യാപനത്തിനും അറിവിനും തൊഴിൽപരമായിട്ടുള്ള വികസനത്തിനും വേണ്ടി തയ്യാറാക്കിയ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ദീക്ഷ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന സ്വയംഭരണ സ്ഥാപനമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ആസ്ഥാനം നോയിഡ, ഉത്തർപ്രദേശ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനും അവരെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കുന്നതിനുമായിട്ട് തെക്കൻ കാശ്മീർ ഇന്ത്യൻ ആർമി ആരംഭിച്ച പുതിയ ദൗത്യമാണ് സ്കൂൾ ചലോ. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാരീരിക ക്ഷമത പ്രൊഫൈൽ കാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്വസ്ഥ് ബച്ചെ സ്വസ്ഥ് ഭാരത്. 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം കർണാടകയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ മികവ് വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതികൾ ലീഡർഷിപ്പ് ഫോർ അക്കാദമിയൻസ് പ്രോഗ്രാം, ആനുവൽ റഫറൻഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ്. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭങ്ങളാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷണൽ ഇന്നൊവേഷൻ സെല്ല്, അടൽ ബാങ്കിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ഇൻവോയ്സ് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. താങ്ക് യു ഓൾ.